ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിവേളയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. അമ്മ കർത്താവേവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി നാം ചിന്തിച്ചു വരുന്ന വേദഭാഗം 2 പത്രോസ് ലേഖനമാണ്. അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ചില ആഴ്ചകളായിട്ട് നാം ചിന്തിച്ച വിഷയം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നുള്ള വിഷയമാണ്. ആമേൻ. നിങ്ങൾ എത്ര പേര് പിന്നീട് പോയി ധ്യാനിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും വളരെ ഗൗരവത്തോടു കൂടി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ബൈബിൾ സ്റ്റഡിയൊക്കെ ആണെങ്കിൽ നമ്മൾ അല്പ കാര്യങ്ങൾ പറഞ്ഞു പോകും. പക്ഷെ നിങ്ങൾ വചനവുമായിട്ട് പിന്നെയും ഇരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കർത്താവിൽ നിന്ന് പ്രാപിപ്പാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ഈ പറഞ്ഞത് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത്, ഈ കേട്ടത് മാത്രം, ഇതൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെയും പിന്നെയും നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യാമെങ്കിൽ അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർപ്പിച്ചതുപോലെ ഒരു ടൈം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഈ സമയപരിധിക്കകത്ത് നാം കൃപ പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ഡിവൈൻ നേച്ചറിലോട്ട് നാം ട്രാൻസ്ഫോം ആകണം. നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല. ആ ഡിവൈൻ പവർ, ദിവ്യ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് ആ നിലയിൽ മാറ്റപ്പെടുവാൻ കഴിയത്തുള്ളൂ. പാപത്തിന്റെ സ്വഭാവം, പാപത്തിന്റെ പ്രസൻസ് നമ്മളിലുണ്ട്. പാപത്തിന്റെ സ്വഭാവം ഈ മണ്ണിൽ ഉണ്ട്. ജഡത്തിനകത്തുണ്ട്. ആത്മാവിനാൽ അതിനെ കീഴടക്കി പരിശുദ്ധാത്മാവിലൂടെ ജയജീവിതം നയിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടതാണ്, വചനത്താൽ ജനിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ ജനിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് അതിനുള്ള പ്രൊവിഷനുണ്ട്. നാം അത് ശ്രമിക്കണം. നാം പ്രാർത്ഥിച്ച് വചനത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാടുകൾ എന്താണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. കേവലം പഠിച്ച് എന്തെങ്കിലും ജോലി കിട്ടി കാശുണ്ടാക്കി ഒരു നാൾ മരിച്ചു പോകുന്നതല്ല. നമുക്ക് ലഭിച്ച ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. ആ സമയപരിധിക്കകത്ത് നാം മാറ്റപ്പെടണം. ആത്മസ്വഭാവമുള്ളവരായിത്തീരണം, ദൈവാനുരൂപരായിത്തീരണം. ഈ ഭൂമിയിൽ വക്രതയും കോട്ടവും നിറഞ്ഞ ഈ ഭൂമിയിൽ, പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, മ്ലേച്ഛതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ ഒരു ശേഷിപ്പിനെ കർത്താവ് തിരയുന്നു. ആ ശേഷിപ്പിനകത്ത് നമ്മൾ കാണണം. ദിവ്യ സ്വഭാവത്തിന് അനുരൂപരാകുന്ന ഒരു ശേഷിപ്പിനകത്ത് നമ്മൾ കാണണം. യേശു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നമ്മളെ ഈ പദവിയിലാക്കിയിരിക്കുന്നത് ഈ ഒരു നിലയിൽ നമ്മൾ മാറ്റപ്പെട്ട് ജയാളികളായി വിശുദ്ധരായി കർത്താവിന്റെ വരവിൽ കയറിപ്പോകാനായിട്ടാണ്. ഞാൻ അടുത്ത ഭാഗത്തോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നിർത്തിയ ഭാഗത്തോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഏവർക്കും ജോസഫിന് നല്ലതായിട്ട് അറിയാം. ആ ചെറുപ്രായത്തിലെ ഭവനത്തിൽ നിന്ന് സഹോദരങ്ങളാൽ അവൻ എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. അല്ലെങ്കിൽ ഇശ്മേലിയ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ട് ദേശം വിട്ട് കുടുംബം വിട്ടൊക്കെ അവൻ മാറിപ്പോയി. പോത്തിഫറിന്റെ ഭവനത്തിനകത്തെത്തി. പോത്തിഫറിന് അവൻ ഒത്തിരി ഇഷ്ടനായി. കാരണം യോസെഫ് മുഖാന്തരം പോത്തിഫറിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. യഹോവ അവനോട് കൂടെയുണ്ട്. അവൻ കൃതാർത്ഥനായിരുന്നു. അവൻ ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നുണ്ട്. അവൻ വ്യത്യസ്തനായിട്ട് അവിടെ നിന്നു. അവൻ മുഖാന്തരം അവന്റെ ഗ്രഹം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ പാപത്തിന്റെ ഒരു സാധ്യത അവിടെ ഒരുക്കപ്പെട്ടു വന്നു. ആരുമില്ലാത്ത സമയം, ആരും അറിയത്തില്ല, പോത്തിഫറിന്റെ ഭാര്യയാണ്. നല്ലൊരു ചാൻസ് അവിടെ വന്നതാണ്. എന്നാൽ യോസഫിന്റെ ഒരു പ്രതികരണം നാം ചിന്തിക്കണം. യൗവനക്കാരനാണ്, ചെറുപ്പക്കാരനാണ്, പോത്തിഫറിന്റെ ഭാര്യയാണ്, ആരും അറിയത്തില്ല. അവിടെ വായിക്കുന്നത് പല പ്രാവശ്യം നിർബന്ധിച്ചു. ഒരു പ്രാവശ്യമല്ല, 2 വട്ടമല്ല. പാപത്തിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ട് പല പ്രാവശ്യം നിർബന്ധിച്ചു. യോസെഫ് അല്ലെങ്കിൽ ആത്മാവുള്ളവൻ, ആ ഒരു ഡിവൈൻ നേച്ചർ ഒന്ന് പറയാനായിട്ട് ഞാൻ ആ ഒരു ക്യാരക്ടർ എടുത്തതേ ഉള്ളൂ.
അവൻ പറയുകയാണ്, ഞാൻ നിന്നോടല്ല, ഞാൻ ദൈവത്തോടാണ് പാപം ചെയ്യുന്നത്. ആ ഡിവൈൻ നേച്ചറിന്റെ ഒരു ബ്യൂട്ടി അവിടെ കാണാൻ കഴിയും. അവസരം കിട്ടുമ്പോൾ ആരും കണ്ടില്ല, എല്ലാവരും അനുകൂലമാണെങ്കിൽ, ആരും പറയുന്നില്ലെങ്കിൽ, ആരും അറിയുന്നില്ലെങ്കിൽ, അതല്ല, അവൻ്റെ ഹൃദയത്തിനകത്ത് തീരുമാനമുണ്ട്. ഞാൻ അവിടെ ഒരു വ്യക്തിയോടല്ല, അത്ഭുതകരമായി നടത്തിയ ദർശനമകത്തുണ്ട്, കാഴ്ചപ്പാടകത്തുണ്ട്, സഹോദരങ്ങൾക്ക് ലഭിക്കാത്ത കാണാത്ത വെളിപ്പാട് പേറിയാണ് ഈ കഷ്ടതയിലൂടെ പോകുന്നത്. അവൻ പറയുകയാണ്, ഞാൻ നിന്നോടല്ല, ഞാൻ ദൈവത്തോട് പാപം ചെയ്യുമെന്ന് പറഞ്ഞ് അവന്റെ വസ്ത്രം ഇട്ടിട്ട് അവൻ പുറത്തോട്ടോടി. ദിവ്യ സ്വഭാവത്തിന്റെ പ്രത്യേകത പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ, ദൈവഹിതമല്ലാത്ത, വിശുദ്ധി നഷ്ടപ്പെടുന്ന, ദൈവം ദുഃഖിക്കുന്ന, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന സാഹചര്യങ്ങളെ സെൻസ് ചെയ്ത് താൽക്കാലികമായ സന്തോഷത്തിനോ, താൽക്കാലികമായ സുഖത്തിനോ, താൽക്കാലികമായ നേട്ടത്തിനോ ദൈവകൃപയെ അടിയറവ് പറയരുത്, ദൈവകൃപയെ നഷ്ടമാക്കരുത്, അശുദ്ധിയിലോട്ട് നമ്മൾ കൈ കൊടുക്കരുത്. അത് ആത്മീയ സ്വഭാവം, അത് ആ ഡിവൈൻ നേച്ചറിന് വേണ്ടി നിന്നതുകൊണ്ട് കഷ്ടത കൂടുമായിരുന്നു. അവൻ അപമാനിക്കപ്പെട്ടു, തെറ്റിദ്ധരിക്കപ്പെട്ടു. സ്തോത്രം. വളരെ സ്നേഹിച്ച യജമാനൻ തന്നെ അവനെ എന്ത് ചെയ്തു? കാരാഗൃഹത്തിനകത്തിട്ടു. ഒരു പക്ഷെങ്കിൽ ആ വാർത്തപുഴ ദേശത്ത് ഒരു എന്തൊരു അപമാനമാണ് ആ ചെറുപ്പക്കാരന് സഹിക്കേണ്ടി വന്നത്. ദൈവ സ്വഭാവത്തിന് വേണ്ടി വില കൊടുക്കണം, ആത്മീയർ വില കൊടുക്കണം, വിശുദ്ധിക്ക് നാം വില കൊടുക്കണം. അപമാനം വരും, കഷ്ടത വരും, തെറ്റിദ്ധാരണകൾ വരും. നാം വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ കല്ലേറ് വരും. പക്ഷെ ദൈവസ്ഥലം നമുക്കൊരു പ്രാഗൽഭ്യം വേണം. പക്ഷെങ്കിൽ പിന്നത്തേതിൽ ദൈവനെ മാനിച്ചു, ആദരിച്ചു. ഫറവോൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ ദൈവാത്മാവുള്ള ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, ആ ഡിവൈൻ ദൈവിക സ്വഭാവം, ആത്മീക സ്വഭാവം വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്താൽ മാനിക്കപ്പെടുന്ന ദിവസമുണ്ട്. നമ്മൾ എല്ലാവരെ പോലും ആയാൽ എളുപ്പമാ, വ്യത്യസ്തരായി നിൽക്കാൻ പാടാ. എല്ലാവരെ പോലെ എല്ലാവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് ആരെയും വിഷമിപ്പിക്കാതെ ക്രിസ്മസ് വരുന്നു, ഓണം വരുന്നു, എല്ലാവരുടെയും കൂടെ കൊട്ടിപ്പാടി ആടിപ്പോയാൽ നമുക്ക് പ്രശ്നമില്ല. നാം മാറി നിൽക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നാം മാറി നിൽക്കുമ്പോൾ സഹകരിക്കത്തില്ല, കാരാഗൃഹത്തെ കൊണ്ടിടും. പക്ഷെങ്കിൽ ദൈവത്തിൽ നമുക്കൊരു നിറഞ്ഞ പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന സാരം ഇത് പാടുള്ള കാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ നിൽക്കുന്നവർ വളരെ പാടുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ സഹായത നിൽക്കുന്നവർ അതിൽ എൻജോയ് ചെയ്യുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇതിനെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങള്, അല്പകാലമുണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കരുത്. സ്നാനപ്പെട്ടത് കൊണ്ട് തീർന്നില്ല, അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് ദൗത്യം തീർന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന ആ ഡിവൈൻ നേച്ചറിലോട്ട് നാം മാറ്റപ്പെടണം. കൂട്ടാളിയാകണമെന്നാ പറയുന്നത്. കൂട്ടാളിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവുമായി സഹവസിക്കണം, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കണം. ദൈവശക്തി നമ്മളിലേക്ക് വന്ന് ദൈവാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, ദൈവ ശക്തിയാൽ, വചനത്താൽ മാറ്റപ്പെടുന്ന ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടി നാം അതുമായിട്ട് സഹകരിക്കണം. പരിശുദ്ധാത്മാവിനെ അലോ ചെയ്യണം. നമ്മുടെ എല്ലാ മേഖലകളിൽ, നമ്മുടെ എല്ലാ തലങ്ങളിലും ദൈവാത്മാവിന് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ നാം പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ കൺട്രോളിലോട്ട് നാം ആകാൻ നമ്മളെ തന്നെ കൊടുക്കുമ്പോഴാണ് ദൈവാത്മാ നിയന്ത്രണത്തിലുള്ള ഒരു ജയകരമായ ജീവിതം, ആ ഡിവൈൻ നേച്ചറിലോട്ട് നാം മാറുവാനായിട്ടിടയായിത്തീരുന്നത്. ഇതൊരു പ്രാർത്ഥനാ വിഷയമായിരിക്കണം. മരണം വരെ ഈ ഒരു ലെവലിൽ പോകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടാളിയാകണമെങ്കിൽ ദൈവാത്മാവിനോടുകൂടെ നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം, ദൈവത്തിന്റെ വചനം നമുക്ക് വേണം. ഇങ്ങനെ ഓരോ ദിവസവും നാം പ്രാർത്ഥിച്ചാണ് നമ്മുടെ കോപം, ജഡസ്വഭാവങ്ങളെല്ലാം മാറി മാറി ആ ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീകനായി ജീവിച്ചു മരിക്കണം. ഒരു ആത്മീകൻ അങ്ങനെ ആ ഒരു ഫലങ്ങൾ മുഴുവൻ കായ്ച്ച് അവൻ പ്രകടമാകത്തക്ക രീതിയിൽ, മറ്റുള്ളവർ അനുഭവിക്കത്തക്ക രീതിയിൽ
ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയായി അതിന്റെ വിടുതലുകൾ, അതിന്റെ നന്മകൾ ദേശത്ത്, സഭയ്ക്ക്, സമൂഹത്തിന്, കുടുംബ തലമുറയിലേക്ക് കൈമാറി വേണം ഒരു ജയാളിയായി നമ്മൾ കയറിപ്പോകാൻ. ഇതിനുള്ള അല്പസമയം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ മാത്രമേ ഈ നിലയിൽ നമുക്ക് ഒരുക്കപ്പെടുവാനും മാറ്റപ്പെടുവാനും കഴിയത്തുള്ളൂ. സ്തോത്രം. നമുക്കിനിയും നമ്മൾ ചിന്തിച്ച ഭാഗത്തോട്ട് തന്നെ കടന്നു വരാം. ആ 2 പത്രോസ് 1 അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വീണ്ടും വായിച്ചാട്ട്. തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദര പ്രീതിയും, സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ആമേൻ. സ്തോത്രം. അപ്പോൾ അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ച്, ഇത് വെറുതെ പറ്റത്തിൽ. എന്താണ്? ദിവ്യശക്തി നമ്മുടെ ജീവന് ഭക്തിക്ക് വായുധം മുഴുവൻ ദാനം തന്നിരിക്കുന്നു. അതിമഹത്തായ വാക്തത്വങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. മോളുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് ലോകത്തിന് മോഹത്തുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിത്തീരണം. ഇതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ജീവന് ഭക്തിക്കുള്ളത് ഈ ഒരുക്കുന്നുണ്ട്. അതിന്റെ പുറകെ പോയി ആത്മസ്വഭാവം കളയരുത്. വാക്തത്വങ്ങൾ എല്ലാം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ എന്തെങ്കിലും നേടാനായിട്ടുള്ള പരക്കം പാച്ചിലിൽ ആത്മസ്വഭാവം കളയരുത്. ഇതെല്ലാം കർത്താവ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? സകല ഉത്സാഹത്തോടു കൂടെ. കാരണം നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പാത്തിലാണ്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാപത്തിൽ ജനിച്ച നമ്മളിലൂടെ ആ ഡിവൈൻ ബ്യൂട്ടി വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ യഥാർത്ഥ ആത്മീയന്റെ ക്വാളിറ്റിയിലോട്ട് ദൈവാത്മ നമ്മളെ പണിതൊരുക്കി എടുക്കുന്ന ആ പ്രോസസ്സിങ്ങിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സകല ഉത്സാഹവും കഴിച്ച്, എന്തു വിലയും കൊടുത്ത് അവൻ പ്രാർത്ഥിക്കണോ, ഉപവസിക്കണോ, കരയണോ, വചനം ധ്യാനിക്കണോ, അവനവന്റെ ആത്മീയ ജീവിതം ബിൽഡപ്പ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഈ ഡിവൈൻ നേച്ചറിലോട്ടുള്ള മാറ്റത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ മനഃപൂർവമായി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. സകല ഉത്സാഹത്തോടുകൂടെ. ഇതൊരു വാശിയായിരിക്കണം, ആഗ്രഹമായിരിക്കണം. എനിക്ക് ആ ഒരു ക്വാളിറ്റിയിലോട്ട് കയറി വരണം. എനിക്ക് ആ ഡിവൈൻ നേച്ചറിലോട്ട്, എന്റെ കാർണൽ നേച്ചേഴ്സ് മാറണം, സിൻഫുൾ നേച്ചേഴ്സ് മാറണം. ആ ആത്മസ്വഭാവത്തിലോട്ട് എനിക്ക് മാറണം. ഇതൊരു ആഗ്രഹമായിരിക്കണം, ഇതൊരു പ്രാർത്ഥനയായിരിക്കണം. അതുകൊണ്ട് സകല ഉത്സാഹവും കഴിച്ച് അതിലോട്ട് എത്താൻ, അങ്ങനെ ഒന്നാകാൻ, അങ്ങനെ ഒരു ആത്മീയ ജീവിതം നയിക്കാനുള്ളൊരു വാഞ്ച, ഒരു കൊതി നമ്മളെ അകത്തുണ്ടായിരിക്കണം. വെറുതെ സഭായത്തിന് വന്നു പാട്ട് പാടി പ്രാർത്ഥിച്ചു തൂത് കേട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി, ബുധനാഴ്ച ഇത് കേട്ട് വീണ്ടും കിടന്നുറങ്ങി. ഇങ്ങനെ പോകാതെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, നടക്കുമ്പോഴൊക്കെ ആത്മാവോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അങ്ങനെ പോകാമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും. അങ്ങനെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട്. അപ്പം കുറെയൊക്കെ ഉണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ആഡ് ചെയ്യണം, കുറച്ചുകൂടെ നമ്മൾ കൂട്ടണം. അഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം കൂട്ടണമെന്നാണ് പറഞ്ഞു വരുന്നത്. വിശ്വാസം, നമ്മൾ കുറെ കാര്യങ്ങൾ വിശ്വാസത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. വിശ്വാസത്തോടു കൂടെ വേണം. വിശ്വാസത്തോട് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് വരണം. ഈ കെട്ടിടം പറയുന്നത് പോലെ ക്രിസ്ത്യൻ ക്യാരക്ടർ ബ്ലോക്കായിട്ട് നമുക്ക് വേണേൽ പഠിക്കാം. ഓരോ ബ്ലോക്ക്, വിശ്വാസം ഒരു കട്ട, വീര്യം എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ക്യാരക്ടറാണ്, ഡിവൈൻ ക്യാരക്ടറാണ്. ഈ പറയുന്നതെല്ലാം ഒരുവരിൽ പ്രകടമായി കാണേണ്ട ചില വിശിഷ്ടമായ സ്വഭാവങ്ങളാണ് ഈ പറയുന്നത്. വിശ്വാസത്തോടു കൂടെ ആ ഡിവൈൻ നേച്ചറിലോട്ട് മാറുമ്പോൾ അത് വർദ്ധിച്ചു വരണം. വീര്യം ഞാൻ പറഞ്ഞായിരുന്നു. വീര്യം എന്ന് പറയുന്നത് എ ഗുഡ് മോറൽ ക്വാളിറ്റി ഇൻ എ പേഴ്സൺ. നമ്മളിലുള്ള ആ ക്വാളിറ്റി, മോറൽ ക്വാളിറ്റി, ക്യാരക്ടറാണ്. സഹിഷ്ണുത, സൗമ്യത, ശാന്തത, സ്തോത്രം. ഇത് വർദ്ധിക്കണം, കൂടണം. എപ്പോഴെങ്കിലും അല്ല, എല്ലാ സമയവും 24/7 നാം പ്രാർത്ഥിക്കണം. ഒരു ദൈവ പൈതലിൽ കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട
രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പറക്കുന്ന വ്യക്തികളിൽ ഇത് വെളിപ്പെട്ട് വരണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, ജോലി സ്ഥലങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ എവിടെയൊക്കെ ദൈവം നിങ്ങളെ ആക്കി വെക്കുന്നു അവിടെയെല്ലാം നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളോട് 10 മിനിറ്റ് സഹകരിക്കുമ്പോൾ, 1 മിനിറ്റ് നിങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് പോകുമ്പോൾ ആ പോകുന്ന വ്യക്തി പറയണം, ഇവൻ സംതിങ് സ്പെഷ്യൽ, ഇവിടെ എന്തോ ഒരു സ്പാർക്ക്, ഇവിടെ എന്തോ ഒരു ദൈവകൃപയുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ, അവനോട് സംസാരിച്ചപ്പോഴത്തേക്ക് ആ ഭാരം മാറി എന്ന് പറയത്തക്ക രീതിയിൽ, വീണ്ടും നമ്മളോട് സംസാരിക്കാൻ, ഭാരം പങ്കുവെക്കുവാൻ തോന്നത്തക്ക രീതിയിലുള്ള ആ ക്വാളിറ്റി നാം മെയിൻറ്റെയിൻ ചെയ്യണം. സ്തോത്രം. മറ്റുള്ളവർക്ക് സ്തോത്രം ആ നിലയിൽ കാണുവാനിടയായി തീരണം. ആ ഡിവൈൻ നേച്ചറിന്റെ ഒരു ഘട്ടമാണ് സ്തോത്രം ആ മോറൽ ക്വാളിറ്റി ഇൻ പേഴ്സൺ. അത് വെളിപ്പെട്ട് വരുവാനിടയായി തീരണം. ഞാൻ ആ ഭാഗം കുറെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. സ്തോത്രം. അടുത്തത് നമ്മൾ ചിന്തിച്ചത് ഇതൊക്കെ പറയുന്നതിന് കാരണം ഈ കാലഘട്ടത്തിൽ സാക്ഷ്യമില്ല പ്രിയപ്പെട്ടവര്. സഭകൾ ഒത്തിരിയുണ്ട്, ദൈവമക്കൾ ഒത്തിരിയുണ്ട്, പാസ്റ്റർമാരുണ്ട്. സഭയൊക്കെ അങ്ങ് ഓരോ ആക്ടിയും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുക്കിന് സഭയാണ്. ഇണങ്ങിയാണെങ്കിലും പിണങ്ങിയാണെങ്കിലും തല്ലിപ്പിരിഞ്ഞാണേലും ഇതിനൊന്നും ഒരു കുറവില്ല. സ്തോത്രം. പക്ഷെ വിഷയം എവിടാന്ന് ചോദിച്ചാൽ ഈ പറയപ്പെടുന്നത് വെളിപ്പെട്ട് വരണം. ഇല്ലാതെ നമ്മൾ കുറെ സഭയുണ്ടാക്കി കുറെ ആൾക്കാരെ കൊണ്ട് കൂട്ടി വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഈ അടിസ്ഥാനപരമായ ഈ വിടുതൽ വ്യക്തികളിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ കൊട്ടിപ്പാടിയിട്ട് ഒരു കാര്യവുമില്ല. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. വളരെ കാതലായ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ നിങ്ങൾ വിശ്വാസത്തോട് കൂടിയത് ഒരിക്കലും ഒരേ അവസ്ഥയിൽ നിന്ന് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വർദ്ധിക്കണം. ആ ഡിവൈൻ നേച്ചറിലോട്ട് കയറി വരുമ്പോൾ, കാരണം പരിശുദ്ധാത്മാവിന്റെ ആ ദിവ്യ ശക്തി കൊണ്ടും ദൈവാത്മാവിന്റെ സഹായത്തോടു കൂടെ ഓരോന്നിനെ ജയിച്ച് ആ ദിവ്യ സ്വഭാവത്തിലോട്ട് കയറി വരുമ്പോൾ എല്ലാ മേഖലകളിലും മാറ്റം വരും. വിശ്വാസത്തിൽ വർധനവുണ്ടാകും. ആ ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്യാരക്ടറിൽ മാറ്റം ഉണ്ടാകും. പിന്നീടാണ് പരിജ്ഞാനം. ആ നല്ല സ്വഭാവം, ആ ക്യാരക്ടർ ഉള്ളപ്പോൾ തന്നെ പരിജ്ഞാനം കൂടണം. വിശ്വാസത്തോടു കൂടെ ഇതും കൂടണം. പരിജ്ഞാനം ഒരു വലിയ വിഷയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ദൈവിക വിഷയങ്ങൾ പഠിക്കണം. വചനത്തിൽ നിന്ന് പരിജ്ഞാനം പ്രാപിക്കണം. ദൈവിക പരിജ്ഞാനം ഇല്ലെങ്കിൽ നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ച്. ഓക്കെ. പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ധനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായി ഇരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. പരിജ്ഞാനമില്ലായ്കയാൽ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ ഞാൻ നിന്നെയും ത്യജിക്കും. അവര് പർപ്പസ്ഫുള്ളി റിജക്റ്റഡ് ദി നോളജ് ഓഫ് ഗോഡ്. അവര് പർപ്പസ്ഫുള്ളി അവര് റിജക്റ്റ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ട ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ ന്യായങ്ങൾ, ദൈവത്തിന്റെ ഉടമ്പടികൾ, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം. ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങൾ പലത് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കും തോറും പഠിക്കും തോറുമാണ് ആ ദൈവിക ജ്ഞാനം നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് എല്ലാ ദൈവമക്കളും വചനം വായിക്കണം. ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ ഒരു ദൂത് അതിൻ്റെ അകത്തുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. അത് ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞ് ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ജയത്തോടെ ജീവിക്കാൻ പറ്റുന്ന എസൻസ് ഉണ്ട്. നിങ്ങളത് പ്രാപിക്കണം. വചനം വായിക്കാതെ പോകരുത്. പ്രാർത്ഥിക്കണം, തിരുവെഴുത്ത് ധ്യാനിക്കണം. ചിലപ്പോൾ ഒരു വചനമായിരിക്കും അതും കൊണ്ട് പ്രാർത്ഥിച്ച് നടക്കാമെങ്കിൽ അതിൻ്റെ അകത്തൂടെ പല കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാ വെളിപ്പെടുത്തി തരും. കാരണം വചനത്തിലൂടെയാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. സ്തോത്രം. വചനത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിനകത്ത് വരും സോഫ്റ്റ്വെയർ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചു, അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു.
കുഴപ്പമൊന്നും വണ്ടി സംഗതി എല്ലാം പോകുന്നുണ്ട്. പക്ഷെങ്കിൽ അത് ഇത്ര മാസം കൂടുമ്പോൾ ദിവസങ്ങൾ കൂടുമ്പോൾ ഇതെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അപ്ഡേറ്റഡ് ആകും. എന്ന് പറഞ്ഞ പോലെ ഒരിക്കൽ വായിച്ചു രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടു, ഞാനങ്ങ് ബന്ധുക്കോസിന്റെ 4ാം തലമുറ 5ാം തലമുറയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പിടിച്ച മീൻ വല്ലത് ഉണ്ടോ എന്ന് ചോദിച്ചതുപോലെ നാം വചനം ഇന്നും എല്ലാ ദിവസവും കൈകൾ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ ഒരു ഒരുക്കമുണ്ടായിരിക്കണം. അപ്പോൾ ലോകത്തെ ജയിക്കണമെങ്കിൽ, പാപത്തെ ജയിക്കണമെങ്കിൽ, പലതിനോട് നോ പറയണമെങ്കിൽ, പിശാചിന്റെ ട്രാപ്പിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാകുന്നത് വചനത്തിലൂടെയാ. ഈ ദൈവീക പരിജ്ഞാനമില്ലെങ്കിൽ നശിച്ചു പോകും. ഒരിക്കൽ കേട്ടത് കൊണ്ടോ, ഒരിക്കൽ വായിച്ചത് കൊണ്ടോ, ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചത് കൊണ്ടോ, ഒന്ന് അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ, എപ്പോഴെങ്കിലും 2 വെളിപ്പാട് കണ്ടത് കൊണ്ടോ, ഒരു ദൂതെപ്പോഴെങ്കിലും പറഞ്ഞത് കൊണ്ടോ തൃപ്തരായി പോകരുത്. ദൈവം എന്റെ കൂടാണ്, എന്റെ പക്ഷത്താണ് പറഞ്ഞ് നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ദൈവശബ്ദം കേട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൂതുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ശരി തന്നെ. അതുകൊണ്ട് നിർത്തരുത്. ഓരോ ദിവസവും ഈ ദൈവിക പരിജ്ഞാനം പ്രാപിച്ച് 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 നാം ക്രിസ്തുവിൽ വളരണം. അപ്പൊ ദിവ്യ സ്വഭാവത്തിന്റെ ആ ഡിവൈൻ നേച്ചറിലോട്ട് നാം ട്രാൻസ്ഫോം ആകുമ്പോൾ ഇത് വർദ്ധിക്കണമെന്നാ പറഞ്ഞത്. പഠനം വർദ്ധിക്കണം, വചനധ്യാനം വർദ്ധിക്കണം, കർത്താവിൽ നിന്ന് പ്രാപിക്കണം, ആത്മാവിനാൽ പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. 4:1 വായിച്ച്, 4:1-2 വായിച്ച്. ഹോശേയ 4:1-2. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. സത്യമില്ല, ദയയില്ല, ദൈവിക പരിജ്ഞാനമില്ല. അതുകൊണ്ട് സംഭവിച്ച കാര്യം അടുത്തോട്, അവർ ആണയിടുന്നു, പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അധ്യായം മുഴുവൻ വായിച്ചാൽ മതി. പരിജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള അപകടങ്ങൾ ഒരു ലിസ്റ്റ് ആ 4 അധ്യായത്തിനകത്തുണ്ട്. എല്ലാം വായിപ്പിക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ദൈവത്തിന് എല്ലാ ദിവസവും നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹമുണ്ട്. എല്ലാ ദിവസവും ദൈവിക വെളിപ്പാടുകൾ നിങ്ങളുടെ അകത്ത് പകരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിനാണ് നമുക്കറിയാവുന്ന ഭാഷയിൽ വചനം നമ്മുടെ മുൻപിൽ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളത് വായിക്കുമ്പോൾ ആത്മാവിന്റെ സഹായത്തോടു കൂടി ആ വചനം ആക്റ്റീവാകും, അത് ലൈവാകും, അത് കത്താൻ തുടങ്ങും. ഒരു പക്ഷെങ്കിൽ പിശാച് ഒരുക്കുന്ന കെണികൾ മുൻകൂട്ടിയായിരിക്കാം അന്ന് വായിക്കുന്ന നമ്മൾ മറിക്കുന്ന പേജിലൂടെ, നമ്മൾ എടുക്കുന്ന അധ്യായത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു മുന്നറിയിപ്പ് തരുമായിരിക്കും. അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രതിസന്ധിക്കകത്ത് നിൽക്കാനുള്ള ഒരു ദൂത അതിൻ്റെ അകത്ത് കാണുമായിരിക്കും. നാം ഒഴിഞ്ഞു മാറേണ്ട ഒരു ബുദ്ധിയുപദേശം അതിൻ്റെ അകത്ത് കാണുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവിക പരിജ്ഞാനം, അതുകൊണ്ടാണ് പൗലോസൊക്കെ പ്രാർത്ഥിക്കുവായിരുന്നു, പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വിവേകത്തിന് ആത്മാവിനെ കൊടുക്കണമേ, മനുഷ്യരാൽ ബന്ധിക്കപ്പെടാതിരിക്കാൻ, വഞ്ചിക്കപ്പെടാതിരിക്കാൻ, സ്വാധീനിക്കപ്പെടാതിരിക്കാൻ, പിശാചിന്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാതിരിക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന് അകറ്റുന്ന വിഷയത്തിൽ നിന്ന് ജയം പ്രാപിക്കാൻ അറിയുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ ദൈവഹിതമാണോ അല്ലയോ, ഒഴിയേണ്ടതാണോ അല്ലയോ, നോ പറയേണ്ടതാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഈ ദൈവിക പരിജ്ഞാനം ആവശ്യമാണ്. ഇത് കൂട്ടണം. വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല, വിശ്വസിച്ചിട്ട് കാര്യമില്ല, ദൈവ പൈതലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രക്ഷിക്കപ്പെട്ടത് പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞേ, ഇത് നീ കൂട്ടണം. വിശ്വാസത്തോട് കൂടെ വീര്യം, ആ നല്ല മോറൽ ലൈഫ്, നല്ല സ്വഭാവ സവിശേഷതയുള്ള ക്യാരക്ടറുള്ള ക്രിസ്ത്യൻ ലൈഫ് നീ മെയിൻറ്റെയിൻ ചെയ്യണം. അത് വർദ്ധിച്ചു വരണം. അതോടുകൂടെ പരിജ്ഞാനം വർദ്ധിച്ചു വരണം. എങ്ങനെ ഇടപെടണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യണം, ഇതെല്ലാം ഹല്ലേലൂയ ഈ പരിജ്ഞാനത്തിലൂടെയാണ് നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. സ്തോത്രം.
ആമീൻ ആമീൻ. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചാട്ട് ഈ ഡിവൈൻ നേച്ചറിലോട്ട് നാം വളരുമ്പോൾ സംഭവിക്കുന്ന കാര്യം പരിജ്ഞാനം കൂടിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ മണ്ടത്തരം കുറഞ്ഞു വരുമെന്ന്, അബദ്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് കയറുമ്പോൾ, ആ ഡിവൈൻ നേച്ചറിലോട്ട് കയറുമ്പോൾ ഇതും വർദ്ധിച്ചു വരണം. ചിലരുടെ ഭയങ്കര പ്രാർത്ഥന, ആരാധനയും ഭയങ്കര പ്രവചനവും പക്ഷെങ്കിൽ പരിജ്ഞാനം എന്ന് പറയുന്ന സാധനമേ അവർക്ക് ആരോട് എന്ത് പറയണം, എങ്ങനെ പറയണം അവർക്ക് അറിയത്തില്ല. അത് ഡേഞ്ചറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ വചനപ്രകാരം വളർന്നാൽ മതി. ഒത്തിരി കൃപാവരം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെ ഈ വചനം പറഞ്ഞു കർത്താവേ ശുശ്രൂഷയ്ക്കോ എന്നെ ഉപയോഗിച്ചോ, കൃപാവരം തന്ന. പക്ഷെ ഈ പറയുന്ന ഈ ഫൗണ്ടേഷൻ ഇത് ഇങ്ങനെ പണിയപ്പെട്ട് ശുശ്രൂഷിച്ചാൽ അനുഗ്രഹമാണ്. ഈ പറയപ്പെട്ട രീതിയിൽ നിങ്ങൾ ഒരുക്കപ്പെട്ട ഒരു ദൗത്യം ചെയ്താൽ, ഒരു ശുശ്രൂഷ ചെയ്താൽ അത് വിജയിക്കും, അതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടെ എന്ത് ചെയ്യണം, ആ വീര്യത്തോടു കൂടെ പരിജ്ഞാനം. അവിടെ നിന്നില്ല, അടുത്തത് പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. ഇതെല്ലാം കൂട്ടണമെന്നാ പറഞ്ഞ്, ഇതെല്ലാം കൂട്ടണം. അപ്പോൾ ദൈവത്തിന്റെ വചനവായനയൊക്കെ എന്ത് ചെയ്യണം, ഒരധ്യായം വായിക്കുന്നവര് രണ്ടധ്യായങ്ങളും കുറഞ്ഞ് വായിക്കണം. എത്രയും വായിക്കാൻ പറ്റുമോ വായിച്ചാൽ പോരാ കേട്ടോ, ചുമ്മാ വായിച്ചു വിടല്ലേ, ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. ഓരോ ദിവസവും ഡേ ഡ്യൂട്ടിക്കാരും നൈറ്റ് ഡ്യൂട്ടിക്കാരൊക്കെ പറ്റത്തില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ അതിന്റെ പെൻഡിങ് തീർത്ത് വായിച്ചു ശാന്തമായിട്ട് പ്രാപിക്കണം. അങ്ങനെ നിങ്ങൾ ആത്മാവിൽ വളരുവാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ലേ ഞായറാഴ്ചത്തെ ഒരു മെസ്സേജ്, ഒരു ആരാധന കൊണ്ട്, ഇടയ്ക്കൊരു ബൈബിൾ സ്റ്റഡി കൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതം വളരുമെന്ന് ഒരിക്കലും വിചാരിക്കില്ലേ. അവനവൻ വില കൊടുത്ത് വളർന്നാലേ, പ്രാർത്ഥിച്ചാലേ നടക്കും. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഹോംവർക്ക് ചെയ്യണം, നിങ്ങൾ തന്നെ ഉപവസിക്കണം, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഈ സ്പിരിച്വൽ ഗ്രോത്തിന്റെ വിഷയത്തെപ്പറ്റി നിങ്ങൾ ആഴമായി ചിന്തിച്ച് അതിനുവേണ്ടി അധികം സമയം കണ്ടെത്തണം. ബാക്കിയൊക്കെ പുറകെ വരുമെന്ന്, നന്മ കരുണയെല്ലാം നിന്റെ ആശുകാലം പുറകെ വരും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഈ പരുവത്തിലായിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല അങ്ങ് ചെല്ലുവോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അടുത്തത് നാം ഈ പരിജ്ഞാനത്തോടു കൂടെ എന്തുകൂടെ കൂട്ടണം, ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ. എനിക്ക് ഒന്ന് മറ്റൊരു ലേഖനം പഠിച്ച കൂട്ടത്തിൽ ആ വിഷയം ഒരുപാട് കാര്യം ചിന്തിച്ചതാണ്. എങ്കിലും ഈ ഭാഗം പറഞ്ഞ കൂട്ടത്തിൽ വന്നതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചങ്ങ് പോകാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു വിശ്വാസം, വീര്യം, പരിജ്ഞാനം 4ാമത്തെ ബ്ലോക്കാണ് അല്ലേ. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രിസ്ത്യൻ ക്യാരക്ടർ എന്നൊരു ടൈറ്റിൽ കൊടുക്കാമെങ്കിൽ നമുക്ക് 4ാമത്തെ ബ്ലോക്കായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം. നമുക്കറിയാം ആത്മാവിന്റെ ഫലത്തിലെ ഒന്നാണ് ഇന്ദ്രിയ ജയം. നമ്മൾ നിയന്ത്രിക്കപ്പെടും. നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ഇമോഷൻസ്, അമിശ്വത ഇവയൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ഇത് കൂട്ടണമെന്നാ പറഞ്ഞത്. ഇത് കൂട്ടണം. കാരണം എന്താണ്? ഡിവൈൻ നേച്ചറിന്റെ ജേണിയിലോട്ട് നമ്മൾ കയറുകയാണ്. ആത്മസ്വഭാവ ദിവ്യ സ്വഭാവത്തിലോട്ട് നാം മാറുമ്പോൾ ഇവയെല്ലാം കൂടണം, ഇവയെല്ലാം വർദ്ധിച്ചു വന്നാലേ ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു റേഞ്ച് നിൽക്കത്തുള്ളൂ. അപ്പോൾ സെൽഫ് കൺട്രോൾ ഇതും പ്രാർത്ഥിച്ച് നാം പ്രാപിക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്, നമുക്കെല്ലാവർക്കും ഓരോ വീക്ക്നെസ് ഉണ്ട്, ബലഹീനതകളുണ്ട്. നമ്മളത് ദൈവത്തിന് മുൻപാകെ ഉള്ള കാര്യം പറഞ്ഞിട്ട് കർത്താവേ ഇന്നിന്ന ഭാഗങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രണത്തിലാക്കാൻ ഉള്ള ദൈവകൃപ തരണമേ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം തരും. കോപമാണോ, ഏത് കാര്യമാണോ നിയന്ത്രണാതീതമാകുന്നത്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവത്തോട് സമ്മതിക്കണം. കർത്താവ് ഈ ഭാഗത്ത് ശരിയാകാനുണ്ട്, എനിക്ക് ആ ഡിവൈൻ നേച്ചറിലോട്ട് കയറുവാൻ തടസ്സമായ ഇന്നിന്ന മേഖലകളുണ്ട്. കർത്താവ് എന്റെ കഴിവ് കൊണ്ട് പറ്റത്തില്ല. വചനം പറഞ്ഞ ദിവ്യ ശക്തി, ആ ഡിവൈൻ പവർ എനിക്ക് അല്പം കൂടെ കൂടുതൽ വേണം ഈ ഭാഗത്ത് ജയമെടുക്കാൻ. ഇന്ന ഭാഗത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും പെട്ടെന്ന് പ്രതികരിക്കുന്ന, പെട്ടെന്ന് പലതും പോകുന്ന പരാജയപ്പെട്ടു പോകുന്ന മേഖലകളുണ്ട്. ദൈവകൃപ ചോർന്നു പോകുന്ന മേഖലകളുണ്ട്. കർത്താവേ ദിവ്യ ശക്തി ഈ ഭാഗത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞ്
നാം പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ട ആവശ്യമാണ്. സദൃശ്യവാക്യം 25-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, സദൃശ്യവാക്യം 25-ന്റെ-8 വായിച്ച്. ബന്ധപ്പെട്ട് വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? അതല്ലേ നേരുള്ള ഉത്തരമാണ്. ആത്മസമ്മേളനമില്ലാത്ത മനുഷ്യൻ ഒളിഞ്ഞു കിടക്കുന്ന മതില് പോലെ ഒരു വാക്യമുണ്ട്. ഞാൻ റെഫറൻസ് ചെയ്ത് തെറ്റിയെന്ന് കേട്ടോ, സോറി. അവിടെ ഡാൻ ബ്രദർ ഒരു 3-4 ആഴ്ച ആ വിഷയം ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ ചർച്ചിൽ എടുത്തൊരു വിഷയമാണ്. ആർക്കെങ്കിലും കിട്ടികളെന്ന് പറയണേ. ആമേൻ. സദൃശ്യവാക്യം 14:29 വായിച്ചാട്ട്. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. സ്തോത്രം. മറ്റേ ഞാൻ ആ റെഫറൻസ് തെറ്റിപ്പോയി. ആ വാക്യം ആത്മസംയമനം ഇല്ലാത്ത മനുഷ്യൻ പൊളിഞ്ഞു കിടക്കുന്ന മതില് പോയ ഒരു വചനമുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ. നാം ഈ ചില സിറ്റുവേഷൻ വരുമ്പോൾ റിയാക്ടിങ്ങും ഉണ്ട്, റെസ്പോണ്ടിങ്ങും ഉണ്ട്. ഇത് രണ്ടും വ്യത്യാസമാണ്. റിയാക്ടിങ് നമ്മൾ ഇമോഷണൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഇമോഷനാണ്. ആ ഒരു ഫോഴ്സ് നമ്മൾ എന്തൊക്കെയാ പറയണമെന്ന് വെച്ചാൽ നമുക്കന്നെ അറിയത്തില്ല. ഹട്ട് ചെയ്യുമോ, ആൾക്കാർ ഹൃദയം മുറിക്കുമോ, ഒന്നും നമുക്ക് ചിന്തിക്കത്തില്ല. നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി ആ വിഷയം ക്ലിയർ ചെയ്യത്തക്ക രീതിയിൽ, പറഞ്ഞ് മനസ്സിലാകത്തക്ക രീതിയിൽ അതിനെ പ്രതികരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. 25-28 ആന്നു. ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. 25-28. ഞാൻ ആദ്യം എന്തായിരുന്നു എന്റെ പറഞ്ഞു? 25-8 പറഞ്ഞു. 28 എഴുതിയേക്കുന്നു. ഓക്കെ, 25-8 പറഞ്ഞു. സോറി. അപ്പോൾ ഇല്ലാത്ത പുരുഷൻ ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു. അപ്പൊ ശ്രദ്ധിച്ചാട്ട് ഒരു പട്ടണത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മതിലാണ്. അതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ചിന്തിച്ച വിഷയമാണ്. അത് ഇടിഞ്ഞു കിടന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാണ്. സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾ കോപമായിക്കോട്ടെ, വാശിയായിക്കോട്ടെ, പിണക്കായിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, അത് നിയന്ത്രണാതീതമായി വന്നു കഴിഞ്ഞാൽ ഈ പരുവത്തിലാണ് ഇടിഞ്ഞു കിടക്കുന്ന മതില് പോലെ, പട്ടണം പോലാണ്. സ്തോത്രം. ആർക്കും അത് ഒരു സുരക്ഷിതത്വമില്ല. സ്തോത്രം. അതൊരു വല്ലാത്തൊരു അവസ്ഥ, ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നാം ദൈവത്തോടെ പ്രാർത്ഥിക്കണം. സെൽഫ് കൺട്രോൾ വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മൾ ഇത് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ മുതൽ ഇതിനെതിരായിട്ടുള്ള പല വിഷയങ്ങൾ കടന്നു വരും. വിശുദ്ധി നഷ്ടപ്പെടുന്ന, സൗമ്യത നഷ്ടപ്പെടുന്ന, ശാന്തത നഷ്ടപ്പെടുന്ന, നമ്മൾ പ്രാർത്ഥിച്ചു എങ്ങനെങ്കിലും ഒന്ന് ഒരുങ്ങാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഇതിന് നേരെ വിരുദ്ധമായ വിഷയം വന്നിരിക്കും. അവിടെയാണ് ടെസ്റ്റ്, അവിടെയാണ് നാം തെളിയിക്കുന്നത്. കൃപ പ്രാപിച്ചു, സെൽഫ് കൺട്രോൾ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത് എങ്ങനെയാ? അതിന് തക്കതായൊരു വിഷയം വരും. പരിജ്ഞാനം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നത്? അങ്ങനെ അതിനെ അപകരിക്കുന്ന വിഷയം കടന്നു വരും. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, ഈ ഒരു വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. 2 തീമോത്തിയോസ് 1:7 എന്ന് വായിച്ചേ. 2 തീമോത്തിയോസ് 1:7. വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നമ്മൾ പകർന്നിരിക്കുന്ന ആത്മാവ്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സ്തോത്രം, ഫോർ ഗോഡ് ഗേവ് us a spirit not fear but of power and love and self control. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. അങ്ങനെയാണ് ചോദിക്കണം. പരിശുദ്ധാത്മാവ് ഞാൻ ഉള്ളിലുണ്ട്,
പക്ഷെങ്കിൽ ഈ ഒരു മേഖല ഒരു പക്ഷെ ചിന്തിച്ചിട്ടില്ലായിരിക്കാം. അങ്ങനെയാണ് കർത്താവ് അങ്ങയുടെ ആത്മാവ് സുബോധത്തിന്റെ സെൽഫ് കൺട്രോളിന്റെ സ്പിരിറ്റ് ആണെങ്കിൽ കർത്താവ് എന്റെ ഇമോഷൻസിലേക്ക് ഞാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. പെട്ടെന്ന് കോപിക്കുന്ന, പെട്ടെന്ന് പ്രതികരിക്കുന്ന, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്ന അനുഭവങ്ങളുണ്ട്. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ബലഹീനമാകുന്നത് അവിടെ പറയണം, കർത്താവേ അങ്ങയുടെ ആത്മാവ് സുബോധത്തിന്റെ ശക്തിയുടെ സെൽഫ് കൺട്രോളിന്റെ ആത്മാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ആത്മാവിന്റെ സഹായം എനിക്ക് ഇന്നിന്ന മേഖലകൾ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൻ നിങ്ങളുടെ ഇമോഷൻസിനെ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിച്ച് റിയാക്ടിങ് അല്ല, അവൻ ചിന്തിച്ച് ആലോചിച്ച് അവൻ ശാന്തതയോടുകൂടെ മറുപടി പറയാൻ, അവൻ റെസ്പോണ്ട് ചെയ്യാനുള്ള ദൈവകൃപ നിങ്ങൾ പ്രാപിക്കണം. അത് ഭവനത്തിനകത്ത് സന്തോഷത്തിന് അന്തരീക്ഷം ഉണ്ടാക്കും. സഭാതലത്തിൽ, നിങ്ങളുടെ ജോലി തലത്തിൽ എവിടെല്ലാമാണോ അവിടെയെല്ലാം നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്ന ഒരു വിഷയമാണ് ഈ പറയുന്നത്. വളരെ പ്രാർത്ഥിച്ച് ഈ കൃപ ദൈവമക്കൾ പ്രാപിക്കണം. കാരണം നാം ഡിവൈൻ നേച്ചറിലോട്ടുള്ള ജേണിയിലാണ്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിക്കൊണ്ടിരിക്കുമ്പോൾ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആരും അംഗീകരിക്കത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഒരു പുള്ളിക്കാരി അറിയാം. നല്ല ശുശ്രൂഷയാണ്, ഭയങ്കര പ്രവചനമൊക്കെ ആയിരുന്നു. പക്ഷെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഒരു മനുഷ്യരോടും സ്നേഹമില്ല. നമ്മൾ ശുശ്രൂഷയിൽ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇത് ഇവിടത്തെ കാര്യമല്ല പറഞ്ഞത്, ചില നാളുകൾക്ക് മുൻപ് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ കാര്യമാണ്. സഭയിലുള്ള ഒരു വ്യക്തിയോട് പോലും സ്നേഹമില്ല. ആരെ കണ്ടാലും കുറ്റം പറയും. ഞങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് സ്തോത്രം മുഴുവൻ സമയം കേൾക്കാനുള്ളത് ഓരോരുത്തരുടെ കുറ്റം മാത്രമാണ്. ഇനിയും പറഞ്ഞ കേട്ട് ദൂതിൽ കൂടെ ആണേലും എന്തേലും ഒക്കെ കുറ്റം പറഞ്ഞ് എന്ത് ചെയ്യും, അവരെ അങ്ങ് കുത്തി ക്രൂശിക്കുന്ന ദൂതുകളാണ് പറയുന്നത്. സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തും എങ്ങനെയും പറയുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ട് അവരുടെ ശുശ്രൂഷയെ ആരും അംഗീകരിക്കാതെ പോയി, അവരുടെ ദൂത് ആരും അംഗീകരിക്കാതെ പോയി. സ്തോത്രം. അപ്പോൾ ഒരു വ്യക്തിക്കൊരു അക്സെപ്റ്റൻസ് വേണം, അവരുടെ സ്വഭാവത്തിനൊരു അക്സെപ്റ്റൻസ് വേണം. എങ്കിൽ നാളെ എണ്ണിച്ച് നിന്നിട്ട് ദൈവം എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞൊരു ദൂത് പറയുമ്പോൾ ജനം ആമീൻ പറയണമെങ്കിൽ ദൂത് പറയാതിരിക്കുന്ന സമയത്തും സ്വഭാവത്തിൽ, സംസാരത്തിൽ, ഇടപാടിൽ എല്ലാം ആ ഡിവൈൻ നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തി ഒരു ദൂത് പറഞ്ഞാൽ ജനം അംഗീകരിക്കും. ജനം അതിനൊരു ആമീൻ പറയും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നാളുകളിലൊക്കെ നിങ്ങളൊക്കെ ശുശ്രൂഷിക്കേണ്ടതാണ്. കർത്താവ് കൃപ പകരേണ്ടതാണ്. അതൊക്കെ സഭയ്ക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ക്യാരക്ടറിൽ ഇതെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു സുപ്രാവത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം ദൂത് കിട്ടി, ഇപ്പം ശുശ്രൂഷ കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. നിങ്ങളുടെ ജീവിതമാണ്, ശുശ്രൂഷ വളരെ കുറവാണ്. ലൈഫ് ഒരു മാതൃകപരമായ ലൈഫായിരിക്കണം. നിങ്ങളുടെ ശുശ്രൂഷ സ്നേഹിക്കുന്നത്, സഹകരിക്കുന്നത്, സഹവസിക്കുന്നത്, ഇടപെടുന്നത് ഒക്കെ ആൾക്കാർക്ക് പ്രചോദനമുണ്ടാകണം. അങ്ങനെ നമ്മൾ ശുശ്രൂഷയിലോട്ട് കയറി വരുമ്പോൾ അതൊരു അനുഗ്രഹമായി തീരുവാനിടയായി തീരും. അപ്പൊ ശ്രദ്ധിച്ചാട്ട്, ഈ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ എവിടെല്ലാമാണോ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത്, പരാജയപ്പെടുന്നത് തുറന്ന് പറഞ്ഞ്, കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു എന്റെ മേലുള്ള പരിശുദ്ധാത്മാവ് അത് സെൽഫ് കൺട്രോളിന്റെ സ്പിരിറ്റ് ആണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നെ സഹായിക്കണം. ഞാൻ പരാജയപ്പെടുന്ന സകല മേഖലകളിലും ദൈവാത്മാവിന്റെ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ഡിവൈൻ നേച്ചറിലോട്ട് നാം കയറി വരുവാനായിട്ടിടയായിത്തീരണം. സ്തോത്രം. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ഈ രാത്രി കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ, വിശ്വാസത്തോടുകൂടെ ആമേൻ, സ്തോത്രം, വീര്യത്തോടുകൂടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടുകൂടെ ഇന്ദ്രിയ ജയം. സ്തോത്രം. ഇവ എന്ത് ചെയ്യണം? കൂട്ടണം. ഓരോ ദിവസവും വർദ്ധിച്ചു വരണം. കാരണം എന്തുകൊണ്ടാണ്? വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളുണ്ട്. ദിവ്യ ശക്തി നമ്മുടെ ജീവന ഭക്തിക്ക് വേണ്ടി ദാനം ചെയ്തിട്ടുണ്ട്. ലോകത്തിന് മോഹത്തുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരണം. അതുകൊണ്ട് സകല ഉത്സാഹം കഴിച്ച് ഈ പറയപ്പെടുന്ന വിഷയത്തിൽ നമ്മൾ ായി തീരണം. നിങ്ങളുടെ ഒരു പ്രാർത്ഥന വിഷയമായി ഇത് തീരണം. എല്ലാവരും ഈ വാക്യം കാണാതെ പഠിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വട്ടമെങ്കിലും പറഞ്ഞ്
കർത്താവ് ഇങ്ങനെ ഒരു കൃപ എനിക്ക് വേണമെന്നും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ വിഷയത്തിൽ ജയം പ്രാപിപ്പാൻ, ഇതുപോലെ ആയിത്തീരുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കും. അപ്പോൾ ഇന്ദ്രിയ ജയം അത് കഴിഞ്ഞിട്ട് അവിടെ വായിക്കും, ഇന്ദ്രിയ ജയത്തോട് സ്ഥിരത, പെർസെവറൻസ്, സ്ഥിരത, ഇതും കൂട്ടണം. സ്ഥിരത അല്ലെങ്കിൽ സഹിഷ്ണുത, ഉറച്ചു നിൽക്കുക, ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി. ആടി പോകാതെ, വാടിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, പെട്ടെന്ന് പിന്മാറിപ്പോകാതെ, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് വെല്ലുവിളികൾ വന്നാലും, ഏത് കഷ്ടത വന്നാലും അതിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കുന്ന ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, ദൈവമക്കളെ ക്രിസ്ത്യൻ ലൈഫിൽ കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ഏത് പ്രഷർ വന്നാലും അതിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കുന്ന ആ ദൈവ കൃപ നാം പ്രാപിച്ചെടുക്കണം. ഇത് വർദ്ധിക്കണം. സ്തോത്രം. എങ്ങനെയാണ് ഈ സ്ഥിരത വർദ്ധിക്കുന്നത്? എങ്ങനെയാണ് സ്ഥിരത സ്തോത്രം വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? 2 റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങളൊന്ന് വായിച്ച്. എന്നാൽ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ. അപ്പം വചനത്തിലൂടെ സ്തോത്രം, വചനം ധ്യാനിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്തുകൊണ്ടാണ് ഈ വചനം ധ്യാനിക്കണം, വായിക്കുകയല്ല ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാര്യം, തിരുവഴുത്തുകളിലൂടെ നമുക്ക് എന്തോ ഉളവാകും? സ്ഥിരത, ധൈര്യം, ഉറച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം നമുക്ക് നൽകി തരും. നമ്മുടെ ക്രിസ്തീയ ജീവിതം സുഖകരമല്ല. ഇത് കഷ്ടതയും ദുഃഖവും ഒക്കെ സമ്മിശ്രമായ ജീവിതമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിസന്ധികൾ വരാം, രോഗങ്ങൾ വരാം, കഷ്ടതകൾ വരാം. ഇതിന്റെയെല്ലാം നടുവിൽ ആടിപ്പോകാതെ, ഒലഞ്ഞു പോകാതെ, വലഞ്ഞു പോകാതെ നിൽക്കണമെങ്കിൽ വചനം നമ്മുടെ അകത്തൊരു ധൈര്യം, സ്ഥിരത, ആശ്വാസം, പ്രത്യാശ ഇവയൊക്കെ ഉളവാക്കുന്നത് തിരുവഴുത്തിലൂടെയാണ്. വചന കേൾവിയിലൂടെയും വചന ധ്യാനത്തിലൂടെയും നാം ഉറച്ചു നിൽക്കും. സ്തോത്രം. പിശാച് പല നെഗറ്റീവ് തോട്ട്സ് കയറ്റി വിടുമ്പോൾ വാ തുറന്ന് വാക്തത്വ വചനം പറയണം. കേട്ട വചനം, ധ്യാനിച്ച വചനം പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ശക്തരായി നിൽക്കും. മുൻപിൽ വട്ട പൂജ്യമാണെങ്കിലും ഒരു പ്രതീക്ഷയില്ലെങ്കിലും, ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ഉറച്ചു നിൽക്കുമാറാക്കും. അപ്പൊ തിരുവഴുത്തിലൂടെ ദൈവം നമ്മളെ സ്ഥിരതയിലോട്ട് കൊണ്ടുവരും, ആശ്വാസം കൊണ്ടുവരും, പ്രത്യാശ കൊണ്ടുവരുമെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം, അതൊരു തിരുവഴുത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് സ്ഥിരത തരും, ദൈവം നമുക്ക് ഉറപ്പ് തരും, ദൈവം നമുക്ക് ധൈര്യം തരും. ഇത് വർദ്ധിച്ചു വരണം. ഒരു പനി വരുന്നുടനെ, ഒരു ചെറിയ പ്രശ്നം വരുന്നുടനെ, ഒരു ചെറിയ പ്രതികൂല കയറി വരുന്നുടനെ വാടി ക്ഷീണിച്ചു പോകരുത്. ഡിവൈൻ നേച്ചറിന്റെ പ്രത്യേകത. സ്തോത്രം. സ്തെഫാനോസിനെ കല്ല് വലിച്ചെറിയാൻ ജനം മുഴുവൻ ഒന്നിച്ചു കൂടിയപ്പോൾ അവന്റെ മുഖം എന്ത് ചെയ്തു? വാടി ക്ഷീണിച്ചെന്നല്ല പറഞ്ഞത്, സൂര്യന്റെ പോലെ, ദൈവദൂതന്റെ മുഖം പോലെ ശോഭിച്ചു. സ്തോത്രം. ഓരോ കല്ല് വലിച്ചെറിയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞില്ല. അവൻ വെളിപ്പാടിൽ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് സന്തോഷത്തോടെ പ്രതിസന്ധിക്കുന്നത് കയറിപ്പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് വേണം? സ്ഥിരത ആവശ്യമാണ്. ഉറച്ചു നിൽക്കണം. ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല. കർത്താവ് എന്റെ കർത്തൃത്വന്റെ കർത്താവിനാണ്. എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലാണ്. എന്റെ നന്മ ദൈവത്തിന്റെ പക്കലുണ്ട്. എന്റെ ഭാവി ദൈവത്തിന്റെ കരത്തിൽ സുരക്ഷിതമാണ്. ദുഷ്ടപിശാചിന് എന്റെ മേൽ അധികാരമില്ല. ഈ ദേശത്തിന്റെ ശക്തിയല്ല എന്റെ ഡെസ്റ്റിനി
തീരുമാനിക്കുന്നത്. ഞാൻ വിളിച്ച ഒരു ദൈവമുണ്ട്, എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് എന്റെ മേൽ പരമാധികാരമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എന്റെ കർത്താവിനാണ്. ആ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും. ആ ദൈവത്തിന് എന്നെ വിടിവിക്കാൻ കഴിയും. എബ്രായന്മാര് പറഞ്ഞതുപോലെ ഈ ആമിസ്ത്രലൂയ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിക്കാൻ കഴിയും. ഇല്ലെങ്കിലും ഈ നിൽക്കുന്ന ഇതിന്റെ മുൻപിൽ വീഴാൻ ഞങ്ങൾ തയ്യാറല്ല. സ്ഥിരത തീയുടെ മടങ്ങ് 7 മടങ്ങ് തീ കൂട്ടിയപ്പോഴും ധൈര്യത്തോടെ നിന്നു. ഇത് കൂട്ടണം, ഇത് കൂട്ടണം, ഇത് കൂട്ടണം. ഹല്ലേലൂയ. വാടിപ്പോകരുത് കേട്ടോ. ചെറിയ വിഷയത്തിന് മുമ്പിൽ ക്ഷീണിച്ചു പോകരുത്. ഒരു കാര്യം ഓർ, നമ്മൾ ആരാ? സ്വർഗീയ പൗരന്മാരാ, ക്രിസ്തുവിന്റെ ഭവനക്കാരാ, ദൈവത്തിന്റെ മക്കളാ. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്, നമുക്കൊരു യജമാനനുണ്ട്. ആ ധൈര്യം ചോർന്നു പോകരുത്. നെഗറ്റീവായിട്ട് എന്ത് കേട്ടാൽ, ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത് നിങ്ങളെ ഹരാസ് ചെയ്യുമായിരിക്കാം, നിങ്ങളെ തരം താഴ്ത്തുമായിരിക്കാം, നിങ്ങളെ അംഗീകരിക്കാതെ പോകുമായിരിക്കാം. വാടിപ്പോകരുത്. അല്ലല്ലോ, നിങ്ങൾ ആരാ? ഹല്ലേലൂയ. ആ ധൈര്യം എപ്പോഴും നിങ്ങളെ ഭരിപ്പാനായിട്ട് ഇടയായി തീരണം. അടുത്ത ആഴ്ചയിൽ അല്പം കൂടെ വിശദമായി സ്ഥിരതയുടെ വിഷയം പറഞ്ഞ് നമുക്ക് മുൻപോട്ട് ഇടയായി തീരപ്പോൾ ശ്രദ്ധിച്ച് വിശ്വാസത്തോടുകൂടെ വീര്യത്തോടുകൂടി പരിജ്ഞാനം, പരിജ്ഞാനത്തോടുകൂടെ ഇന്ദ്രിയജയം, ഇന്ദ്രജയത്തോട് സ്ഥിരത. നിങ്ങൾ പ്രാർത്ഥിക്കണേ ദയവായി പ്ലീസ്. ആ ഡിവൈൻ നേച്ചറിലോട്ട് ട്രാൻസ്ഫോം ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു മക്കൾ അവകാശികളെ ആക്കി തീർത്ത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ സ്നാനപ്പെട്ടു, വീണ്ടും ഞാൻ അനുഭവമൊക്കെ പ്രാപിച്ച് അഭിഷേകമൊക്കെ പ്രാപിച്ച് ഞങ്ങളിങ്ങനെ ജീവിതം നയിക്കുമ്പോൾ ഞങ്ങൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട പലതും ഞങ്ങൾ എവിടെയൊക്കെ മിസ്സാക്കി കളയുകയാണ്. അതിന്ന് പകലിൽ ഈ ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുന്നല്ലോ. ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരാൻ ഞങ്ങളെ എല്ലാം കർത്താവ് സഹായിക്കണമേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ പ്രകാശനം ലഭിച്ച് ആ നല്ല ദാനങ്ങളെ ആസ്വദിച്ച് വരാൻ പോകുന്ന ലോകത്തിലെ ശക്തിയൊക്കെ അനുഭവിച്ചിട്ട് വീണ്ടും കർത്താവിനെ ക്രൂശിക്കുന്നവരായി തീരാതെ മരണം വരെ, കർത്താവിന്റെ വരവ് വരെ കർത്താവ് ഈ ഒരു ദൈവകൃപ നിലനിൽപ്പാൻ എല്ലാവരെയും സഹായിക്കണം. വിശ്വാസം വർദ്ധിക്കട്ടെ, പരിജ്ഞാനം വർദ്ധിക്കട്ടെ, ഇന്ദ്രിയം വർദ്ധിക്കട്ടെ, സ്ഥിരത വർദ്ധിക്കട്ടെ. ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി നിന്റെ ജനം തീരട്ടെ കർത്താവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ ഇന്നു രാത്രി അനുഗ്രഹിക്കുകയാണ്. ഉള്ളത്തോടെ പരിശുദ്ധാത്മ സംസാരിച്ചുകൊണ്ടിരിക്കണം. പിശാച് ഹൃദയത്തിൽ നിന്ന് ഈ വിത്തുകൾ എടുത്തോണ്ട് പോകരുത്. ഇത് വളരട്ടെ, 30, 60, 100 മേനിയായി വളരട്ടെ. ജനങ്ങൾ മാറ്റം അനുഭവിക്കട്ടെ. ദൈവമക്കളുടെ സ്വഭാവങ്ങൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ. കർത്താവേ, ശക്തരായി തീരട്ടെ, വിശുദ്ധരായി തീരട്ടെ, ജയാളികളായി തീരട്ടെ. അതിനായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനെ പുടിയോളം താഴ്ത്തുന്നു. സകല മഹത്വം അങ്ങേക്ക്. അങ്ങനെ വരവ് താമസിച്ച അടുത്ത ആഴ്ച പിന്നെ ഒരുമിച്ച് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കും. അതിനും ധ്യാനിപ്പാൻ, പ്രാർത്ഥിപ്പാൻ പ്രത്യേക ദൈവകൃപ എല്ലാവരുടെ കർത്താവ് പകരണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് നമ്മെ വഴിയടച്ചുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മ കാവലെ സൂക്ഷിപ്പ് പരിപാലന നാം ഇവരോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നുപോലെ നീക്ക് നമ്മുടെ കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം പറഞ്ഞു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം അടുത്ത ആഴ്ചയിൽ തുടർമാനമായി നമ്മൾ വിഷയം ധ്യാനിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.